ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷാലോ കോപ്പി ആൻഡ് ഡീപ്പ് കോപ്പിയാണ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ എവിടെ സ്റ്റക്ക് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും മാസ്റ്റർ ആവണം പൈത്തണിൽ. അതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് പോവാം. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഡിഫറെന്റ് മേഖലകളിൽ തന്നെ ഉണ്ട്. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ലിസ്റ്റിന്റെ ഒരു ടോപ്പിക് അല്ല, പക്ഷെ ലിസ്റ്റിന്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഈഫ് കേസിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മളെ എന്താ പറയാ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്റർ, ഇതെന്താണ് കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്റർ വീഡിയോസ് ശരിക്കും കണ്ടിട്ട് വരണം. ഇങ്ങനെയുള്ള കുറച്ച് കേസ് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ഇതിലൊക്കെ നമുക്ക് ഈ ട്രൂത്തി ആൻഡ് ഫാൾസി വാല്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ട്രൂത്തി ആൻഡ് ഫാൾസി വാല്യൂസ് എന്ന് പറയുമ്പോൾ ട്രൂത്ത്, ട്രൂ ഓർ ഫാൾസ് അത് അസ്യൂം ചെയ്യാം, ട്രൂ ഓർ ഫാൾസ്. പക്ഷെ നമ്മളെ ബൂളിയൻ ടൈപ്പ് ആണല്ലോ ട്രൂ ഓർ ഫാൾസ്, അതല്ല ഇവിടെ എടുക്കുന്നത്. ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂസ്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് പഠിച്ചു. അപ്പൊ ഒരു എം ടി ലിസ്റ്റ് നമുക്കറിയാം. എം ടി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊന്നും ഇല്ല എന്നാണ്. അപ്പൊ നമുക്ക് അതിനെ ഫാൾസ് ആയിട്ട് എടുക്കാം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബൂളിയൻ എന്ന് പറഞ്ഞത് ട്രൂ ഓർ ഫാൾസ്, ഈ രണ്ട് കേസാണ് ബൂളിയൻ വരുന്നത്. ഒരു സംഭവം ഉണ്ട്, ഇല്ല. അത് ശരി, നമ്മൾ പറയാം ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ട്രൂ, ഇല്ലെങ്കിൽ ഫാൾസ്. അങ്ങനെ ആലോചിച്ച് നോക്കാം. ഉണ്ട് എന്ന് പറയുമ്പോൾ ട്രൂ, ഇല്ലെങ്കിൽ ഫാൾസ്. അപ്പൊ ഒരു ലിസ്റ്റ് എം ടി ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഫാൾസ് ആക്കി എടുത്തൂടെ? കാരണം അതിലൊന്നും ഇല്ലല്ലോ. ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ട് കാരണോ ട്രൂ ആക്കി എടുത്തൂടെ? ആ ലോജിക്ക് ആലോചിച്ച് നോക്കാം. ട്രൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ട്, ഫാൾസ് പറയുമ്പോൾ അത് ഇല്ല, ഉണ്ട്, ഇല്ല. അപ്പൊ ലിസ്റ്റിൽ ഒന്നും ഇല്ല, ഫാൾസ്. ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ട്, ട്രൂ. ആ ലോജിക്ക് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ആവശ്യമുണ്ട്. ഞാൻ പറയുക ഇഫ് ട്രൂ, നമ്മൾ ഇഫ് കണ്ടീഷൻ എഴുതുമ്പോൾ ആക്ച്വലി ഇതാണ് നടക്കുന്നത്. ഇഫ് ട്രൂ എന്നാണ് നമ്മൾ എഴുതുന്നത്. എന്താണോ അത്. ഇപ്പൊ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 5, അപ്പൊ എക്സ് 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ട്രൂ ആണ്. എക്സ് 5 ആണെങ്കിൽ ആ ഫസ്റ്റത്തെ പ്രിന്റ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയല്ല നമ്മൾ ഇഫ് കേസ് കണ്ടില്ല, ഇഫ് കേസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വരണം. അപ്പൊ ഇഫ് ട്രൂ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഫസ്റ്റ് ഇഫ് കേസിന്റെ കൂടെ ഒരു സംഭവം നമ്മൾ കൊടുക്കും. എക്സ് ഈസ് ഈക്വൽ ടു 5, എക്സ് ഗ്രേറ്റർ ദാൻ 5, എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സംഭവം ഈ ട്രൂ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റത്തെ പ്രിന്റ് ചെയ്യുള്ളൂ. ഇഫ് ട്രൂ എന്ന് പറയുന്നത് അതാണ്. ഇഫ് എക്സ് ഈക്വൽ ടു 5, എക്സ് 4, 3, 2 ഒന്നിനും ഇഫ് പ്രിന്റ് ചെയ്യൂല. എക്സ് 5 ആണോ മാത്രം ആ പ്രിന്റ് ആണ് നടക്കും. ഐ ആം ട്രൂ. അത് കണ്ടനെ ചുമ്മാ കൊടുത്തത്, ഞാൻ ട്രൂ ആണെന്ന് പറയും. എൽസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ഇഫ് ട്രൂ, ട്രൂ അല്ലെങ്കിൽ പിന്നെ എന്താ? ഫാൾസ്. സോ എൽസ് എന്ന് പറയുന്നത് ഫാൾസ് കേസ് ആണ്. മനസ്സിലായില്ലേ? ഇഫ് ട്രൂ, ട്രൂ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ലിസ്റ്റ് പറഞ്ഞ മാതിരി ഇഫ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ലിസ്റ്റിൽ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം. കാരണം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലിസ്റ്റിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ട്രൂ കേസ് ഉള്ളൂ. നമുക്കറിയാം ലിസ്റ്റിൽ ഡാറ്റ ഉണ്ടെങ്കിലേ ട്രൂ, ലിസ്റ്റിൽ ഡാറ്റ ഇല്ലെങ്കിൽ ഫാൾസ്. അത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കൂ. ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ട്രൂ, ലിസ്റ്റിൽ ഒന്നും ഇല്ലേ, ലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഫാൾസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഇഫ് ലിസ്റ്റിന്റെ പേര് നമുക്ക് ന്യൂ ലിസ്റ്റ് ആണ് വിചാരിച്ചോ. ലിസ്റ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ന്യൂ ലിസ്റ്റ് എം ടി ആണ്. ഇഫ് ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇഫ് ഓക്കെ ന്യൂ ലിസ്റ്റിനുള്ളിൽ എന്താണ് നമ്മൾ നോക്കും. ന്യൂ ലിസ്റ്റിനുള്ളിൽ ഒന്നുമില്ല, അപ്പൊ ഫാൾസ് ആണ്. ഇഫ് ഫാൾസ് വരുമോ? ഇല്ല. ഇഫ് ട്രൂ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ ലിസ്റ്റിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് ആ ലിസ്റ്റിന്റെ പേര് കൊടുത്താൽ വർക്ക് ആവുള്ളൂ. എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും, കൺഫ്യൂഷൻ വരില്ല. ആദ്യം നമുക്ക് ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ സംഭവം തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പേജിൽ ഈ ലാസ്റ്റ് ഞാൻ മൗസ് പോയിന്റർ വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ലിസ്റ്റിന്റെ ഉള്ളിൽ 1,2 ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ ലിസ്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് ട്രൂ ആണ്. കാരണം എന്താ? ഈ ലിസ്റ്റിൽ ഉണ്ട്, ലിസ്റ്റിൽ ഡാറ്റ ഉണ്ട്, ട്രൂ ആണ്. ലിസ്റ്റിൽ ഡാറ്റ ഇല്ലെങ്കിലാണ് ഫാൾസ്. ഞാനിപ്പോ ഈ 1, 2 ഇവിടുന്ന് റിമൂവ് ചെയ്താണ് ചുമ്മാ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ആണെങ്കിൽ അത് ഫാൾസ് ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ. ഞാൻ അടിക്ക് പോയല്ലേ, ഇപ്പൊ തന്നെ ഇത് തീരുമാനമായി ഇത് ട്രൂ ആണ്. ഇനി നമ്മൾ നമ്മളെ കണ്ടീഷൻ നോക്കുക. ഇഫ് മൈ ലിസ്റ്റ്, അതിന്റെ അർത്ഥം ഇഫ് ട്രൂ എന്നല്ലേ? മൈ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. കാരണം എന്താ? അത് ഓൾറെഡി അതിൽ ഡാറ്റ ഉണ്ട്, നമ്മൾ കണ്ടെത്തി. അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇഫ് ട്രൂ എൽസ് ഫാൾസ് ആണെന്ന് കണക്കാക്കിയില്ല. ആ ലെവലിൽ ചിന്തിക്ക്. ഇഫ് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ട്രൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷനിൽ ഇങ്ങനെയാണ് ചിന്തിക്കുക. ഇനി എന്താ പറയാ, ലിസ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ
ഇഫ് എന്ന് കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ പേര് കൊടുത്താ ആ ലിസ്റ്റിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ട്രൂ, ഡാറ്റ ഇല്ലെങ്കിൽ ഫോൾസ്. ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ആലോചിച്ചേ, ഇഫ് മൈ ലിസ്റ്റിൽ ഡാറ്റ ഇല്ല, അപ്പൊ എന്താ ഇഫ് ഫോൾസ് ഇങ്ങോട്ട് 2 കോളൻ, അങ്ങനെയല്ല അത് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഈ ഫോൾസ് 2 കോളം വർക്ക് ആവില്ല. കാരണം എന്താ, ഈ ട്രൂ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് വർക്ക് ആവുള്ളൂ. ഇപ്പൊ ഈ ഫോൾസ് വർക്ക് ആവില്ല, അപ്പൊ എൽസിലോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂസ് ആണ് കണ്ടെത്താം. അപ്പൊ ഞാൻ ലിസ്റ്റ് മാത്രം നിങ്ങളോട് പറഞ്ഞത്. അപ്പോ പൈത്തണിലല്ല എല്ലാത്തിനും നമ്മൾ പൈത്തൺ ഇപ്പൊ പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത്, പൈത്തണില് കുറച്ച് വാല്യൂസ് ഉണ്ട്, അതിന് നമ്മൾ ട്രൂ ആയിട്ട് കണക്കാക്കും. അതിലൊന്നാണ് ലിസ്റ്റിൽ ഡാറ്റ ഉള്ളത്. ഈ മൂന്നാമത്തെ ലിസ്റ്റ് വിത്ത് ഡാറ്റ, അത് ഒരു വാല്യൂ ആണെങ്കിലും ഡാറ്റ ഉണ്ടല്ലോ, അത് ട്രൂ ആണ്. ട്രൂ ആണ് ചിന്തിച്ചാൽ മതി അതിന്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കേസ് ട്രൂ, ബൂളിയൻ ട്രൂനെ നമ്മൾ ട്രൂ ആയിട്ട് തന്നെ കണക്കാക്കും, അതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ സ്ട്രിങ്ങിന്റെ കേസിൽ ഒരു സ്ട്രിങ്, ആ സ്ട്രിങ് എംപ്റ്റി ആണെങ്കിൽ, എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോ ഞാനൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. ഇത് എംപ്റ്റി സ്ട്രിങ് ആണോ? അല്ല, ഇതിൽ വാല്യൂ ഉണ്ട്, ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ഇനി അത് റിമൂവ് ചെയ്ത് എംപ്റ്റി സ്ട്രിങ് ആണോ? അല്ല. എംപ്റ്റി സ്ട്രിങ് ആണോ? അല്ല. എംപ്റ്റി സ്ട്രിങ് ആണോ? അല്ല. ഇപ്പോഴും അല്ല. ഇപ്പൊ എംപ്റ്റി സ്ട്രിങ് ആണ്, ഇതിൽ സ്പേസ് ഇല്ല, ഒന്നുമില്ല. ഞാനിവിടെ ഒരു സ്പേസ് കൊടുത്ത് വിചാരിച്ചോ, സ്പേസ് ഒരു എംപ്റ്റി സ്ട്രിങ് അല്ല. കാരണം എന്താ അറിയോ, നമ്മള് പണ്ട് നമ്മള് സ്ട്രിങ് സ്ലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയില്ല, ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ഓരോ വാല്യൂക്കും 0 1 2 3 4 ഇൻഡെക്സ് ചെയ്യില്ല സ്ലൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ സ്പേസിന് പോലും ഇൻഡെക്സ് കൊടുത്തിരുന്നു. സ്പേസിന് നമ്മൾ ഓരോ വാല്യൂക്ക് ഇൻഡെക്സ് കൊടുക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്പേസ് ഒരു സ്ട്രിങ് ആണ്. സ്പേസിന് ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ എടുക്കും, എംപ്റ്റി സ്ട്രിങ് അല്ല. അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ, എംപ്റ്റി സ്ട്രിങ് അല്ല സ്പേസ്. ഇപ്പൊ ഇത് കണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒരു എംപ്റ്റി സ്പേസ് കൊടുത്തിരുന്നു. അപ്പൊ ഇവിടെ ഒരു സ്പേസ് കൊടുത്ത്, എംപ്റ്റി അല്ല, ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കണം. അതിന്റെ അർത്ഥം ഇത് എംപ്റ്റി സ്ട്രിങ് അല്ല. ഇനി ഞാന് ഈ സ്പേസ് അങ്ങോട്ട് റിമൂവ് ചെയ്യണം. ഇപ്പൊ എന്താ ഉണ്ടായിരുന്നോ, ഇതാണ് എംപ്റ്റി സ്ട്രിങ്. അതിനുള്ളിൽ സ്പേസ് ഇല്ലെങ്കിൽ ജസ്റ്റ് കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ ദാറ്റ് ഈസ് എംപ്റ്റി സ്ട്രിങ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ട്രൂ ആണ് പറയുന്നത്. ട്രൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തത് ട്രൂ, രണ്ടാമത്തത് എന്താ, ആൾ നോൺ എംപ്റ്റി സ്ട്രിങ്. നോൺ എംപ്റ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എന്തെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ഒന്നെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷര എന്തായാലും വേണ്ടില്ല, ഹലോ വേൾഡ് നെയിം എന്തായാലും വേണ്ടില്ല. അപ്പൊ എംപ്റ്റി സ്ട്രിങ് അല്ലാത്തത്, ഇതിലിപ്പോ ഞാൻ പറഞ്ഞു തരുമ്പോൾ എന്താ മനസ്സിലാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രൂ ആണ്, ഒന്നും ഇല്ലെങ്കിൽ ഫോൾസ് ആണ്. ആ ലോജിക്കാണ്. ഇനി നോക്ക് മൂന്നാമത്തത്, ലിസ്റ്റ് വിത്ത് ഡാറ്റ. ഞാൻ പറയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡാറ്റ ഉണ്ട് ലിസ്റ്റിന്റെ ഉള്ളിൽ, സോ ഇറ്റ് ഈസ് എ ട്രൂ. ഇനി ഡിക്ഷണറി വിത്ത് ഡാറ്റ. ഡിക്ഷണറി നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മളെല്ലാം ചെയ്ത് നോക്കും, കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് നെയിം മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കീ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ആലോചിക്കേണ്ട, ജസ്റ്റ് കണ്ടാൽ മതി. അപ്പൊ ഇത് പറഞ്ഞു വരുന്നതാ, ഡിക്ഷണറിന്റെ ഉള്ളിലും ഡാറ്റ ഉണ്ട്, അത്ര ആലോചിച്ചാൽ മതി. ഡിക്ഷണറിന്റെ ഉള്ളിലും ഡാറ്റ ഉണ്ട്. ഇനി സെറ്റ്സ് ഇതുപോലുള്ള വേറൊരു സംഭവമാണ്, ലിസ്റ്റും ഡിക്ഷണറിയും പോലെ, അതിന്റെ ഉള്ളിലും ഡാറ്റ ഉണ്ട്. എനി നമ്പർ വിച്ച് ഈസ് നോട്ട് 0, അതാണ് ഇനി നമുക്ക് വരാനുള്ളത്. സീറോ എന്ന് പറയുമ്പോ ശൂന്യം, എന്താ പറയാ, ഒന്നുമില്ല. എന്റെ അടുത്ത് 0 ക്യാഷ് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ക്യാഷ് ഇല്ല. അവിടെ എന്താ പറയാ, നമുക്ക് സീറോന് ഫോൾസ് ആണ് എപ്പോഴും. 0 എന്ന് പറഞ്ഞ ഫോൾസ് ആണ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് ഒരു സംഭവം ഉണ്ടോ ഇല്ലേ. 0 എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുന്നത് പോലെയല്ലേ. എന്റെ അടുത്ത് ഇല്ല എന്ന് പറയും, എന്റെ അടുത്ത് 0 റുപ്പീസ് ഉണ്ട് എന്ന് ആരെയും പറയും, എന്റെ അടുത്ത് ക്യാഷ് ഇല്ല എന്നല്ലേ പറയാ, അത് ഇല്ലാന്നാണ്. 0 എന്ന് പറഞ്ഞാൽ ഇല്ല, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് പോസിറ്റീവ്. അപ്പൊ 0ന്റെ ഓപ്പോസിറ്റ് ഉള്ള 1 2 3 ഏത് 0.5 ഏത് വാല്യൂ എടുത്താലും എന്റെ അടുത്ത് എന്തോ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ട്രൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ വേണം, 0 ആവരുത്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കട്ടെ, ട്രൂ ഓക്കെയാണ്. സ്ട്രിങ് എന്തെങ്കിലും വേണം, മിനിമം ഒരു സ്പേസ് എങ്കിലും ഉണ്ടോ, സെറ്റ് ആണ്, ട്രൂ ആണ്. ലിസ്റ്റിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ, ട്രൂ ആണ്. ഡിക്ഷണറിയിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ, ട്രൂ ആണ്. സെറ്റ്സിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ, ട്രൂ ആണ്. എനി നമ്പർ 1 2 3 ഏതാവട്ടെ ട്രൂ ആണ്, 0 ആവരുത്. നിങ്ങൾ ഇവിടുന്ന് തന്നെ ആലോചിച്ച് നോക്ക്, ഫോൾസ് എന്താണ്. ഈ സ്ക്രീനിൽ ഫോൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ഉത്തരം കിട്ടും. ഏതാരോ ഒന്നാമത്തത് ഫോൾസ്, ഓക്കെ. രണ്ടാമത്തത് എംപ്റ്റി സ്ട്രിങ്. സ്ട്രിങ്ങില് സ്പേസ് പോലും ഇല്ലാത്ത സ്ട്രിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്പേസ് ഇട്ട് മൗസ് പോയിന്റർ നോക്കാം,
ഇത് സ്പേസ് ഇല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ്, അപ്പൊ ഫോൾസ് ആണ് എംപ്റ്റി സ്ട്രിങ്. ലിസ്റ്റിൽ ഡാറ്റ ഇല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ് 3. ഡിക്ഷണറി ഡാറ്റ ഇല്ലെങ്കിൽ എംപ്റ്റി ഫോൾസ്. ലിസ്റ്റിൽ ഡാറ്റ ഇല്ലെങ്കിൽ ഫോൾസ്, ഡിക്ഷണറി ഡാറ്റ ഇല്ലെങ്കിൽ ഫോൾസ്, സെറ്റ്സിൽ ഡാറ്റ ഇല്ലെങ്കിൽ ഫോൾസ്, എനി നമ്പർ വിച്ച് ഈസ് നോട്ട് 0. അപ്പൊ 0 ആണെങ്കിൽ ഫോൾസ്. അപ്പൊ ഞാൻ പറയാം 0 ഫോൾസ്, സെറ്റ്സ് നോ ഡാറ്റ ഫോൾസ്, ഡിക്ഷണറി നോ ഡാറ്റ ഫോൾസ്, ലിസ്റ്റിൽ നോ ഡാറ്റ ഫോൾസ്, എംപ്റ്റി സ്ട്രിങ് അഥവാ സ്പേസ് ഒന്നും ഇല്ലാതെ ചെറിയ ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത ഫോൾസ്. ഫോൾസ് എന്ന് പറഞ്ഞ ബൂളിയനും ഫോൾസ്. ഇനി ഒന്നും കൂടി ഉണ്ട്, നമ്മളെ നൺ ടൈപ്പ് എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഡാറ്റ ടൈപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നൺ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ചില ലാംഗ്വേജിൽ നള്ള് എന്ന് പറയും, ഒന്നും ഇല്ലാന്ന് പറയുന്നത്, അതാണ് നണ്ണ്. നമ്മളിതില് നള്ളല്ല, നമുക്ക് നണ്ണ് എന്നാണ് പറയാം, പക്ഷെ ഒന്നുമില്ല. ഇപ്പൊ ഡാറ്റ അസൈൻ നണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജസ്റ്റ് ഡാറ്റയിലോട്ട് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്ര ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 0 0.0 രണ്ടും പെടും കേട്ടോ. വെച്ചുകഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, 0.0 എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ആണ്, അത് രണ്ടും 0 ആണല്ലോ. അപ്പൊ അത് കൺഫ്യൂഷൻ ഇല്ല. ഇനി ഒന്ന് വായിച്ചു നോക്ക്. ഫോൾസ്, പിന്നെ നണ്ണ് ഞാൻ പറഞ്ഞു, നണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ തന്നെയല്ലേ, ഇനിയിപ്പോ ഒരു കൺഫ്യൂഷൻ അല്ലേ, നൺ ഒന്നുമില്ല, നള്ള് ഫോൾസ് ആണ്, അപ്പൊ തന്നെ ഫോൾസ് ആണ്. 0 നമ്പർ 0, 0.0. എംപ്റ്റി സ്ട്രിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്പേസ് ഇല്ലാതെ, എംപ്റ്റി ലിസ്റ്റ്, എംപ്റ്റി ഡിക്ഷണറി, എംപ്റ്റി സെറ്റ്, എംപ്റ്റി സെറ്റ്സ്, എംപ്റ്റി ടപ്പിൾസ്, ഇതെല്ലാം ഫോൾസ് ആണ്. ഇപ്പൊ ട്രൂ ഫോൾസും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. ഡൗട്ടിന്റെ മെസ്സേജ് നമ്മൾ സെറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ. ഇനി നോക്കുക, ഇപ്പൊ ഈ ട്രൂ ഫോൾസും വാല്യൂസും നിങ്ങൾ കയ്യിൽ വെച്ചോ, മീൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇനി നമ്മൾ എന്ത് ചെയ്യണ്, ചില സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കും. അത് ഏതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഈ ട്രൂത്തി ഫാൾസി വാല്യൂ ഇപ്പൊ നമ്മൾ എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അറിയാം. നമ്മള് 3 സ്ഥലത്ത് ഉപയോഗിക്കാനാണ്. ഒന്ന് ഈഫ്, നമ്മൾ ഈഫ് ഇപ്പോൾ ഓൾറെഡി കാണിച്ചു, ഈഫ് എൽസ് എലിഫ്, ഓക്കെ, അതൊരു സെറ്റാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ വയല് നമ്മളിപ്പോ എന്തായാലും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളിപ്പോ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മള് ആ സമയത്ത് ഇത് മനസ്സിലായതുകൊണ്ട് അത് മനസ്സിലാവും, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, സെയിം തന്നെയാണ്. ഈഫിന് വയലോടെ വയല് വരും, അത്രേ ഉള്ളൂ. പിന്നെ ആൻഡ് ഓർ നോട്ട്, ഇത് നമ്മളെ ഒരു ഓപ്പറേറ്റർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്പറേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന് ക്ലാരിറ്റി കിട്ടും. ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രൂത്തി ഫാൾസി വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ട്രൂത്തി ഫാൾസി വാല്യൂസിന്റെ കൂടെ ഈ കണ്ടീഷൻസ് ഈഫ് ആൻഡ് ഓർ നോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റില് ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ എപ്പോഴും ഓർമ്മ വേണം നിങ്ങൾ മനസ്സിൽ, ട്രൂ ഫാൾസ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഡിസ്പ്ലേ ഈ സ്ക്രീനിൽ എത്തുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പൊ വാല്യൂ 5 എന്താ നമ്പർ, നമ്പറിൽ നമ്മൾ എന്താ റൂൾ പറഞ്ഞ്, 0 ആണെങ്കിൽ ഫാൾസ് അല്ലെങ്കിൽ ട്രൂ. നീ പറയും ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ, ഇപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കും ട്രൂ ആണോ ഫാൾസ് ആണോ. വാല്യൂ 5 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, കാരണം എന്താ വാല്യൂ 0 അല്ല, വാല്യൂ 0 ആണെങ്കിൽ ഫാൾസ്. വേറെ ഏത് വാല്യൂ വന്നാൽ 0.0 എന്നാലും ഫാൾസ്, വേറെ ഏത് വാല്യൂ എന്നാലും ട്രൂ അല്ലേ, അപ്പൊ അത് ട്രൂ ആണ്. ഇനി നമ്മളത് പറഞ്ഞു ഈഫ് ട്രൂ എന്നാണ് നമ്മളെ ഫസ്റ്റില് പേജിൽ കാണിച്ചത്. ഈഫ് ട്രൂ എന്ന് പറയുന്ന പോലല്ലേ ഈഫ് വാല്യൂ എന്ന് പറയുന്നത്, ആലോചിച്ച് നോക്കാം. ഈഫ് ട്രൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാല്യൂ 5 ആണെങ്കിൽ അത് ട്രൂ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈഫ് ട്രൂ എന്ന് പറയുന്നതും ഈഫ് വാല്യൂ എന്ന് പറയുന്നത് സെയിം മീനിങ് അല്ലേ. അപ്പൊ ഈ വാല്യൂ എങ്ങനെ ട്രൂ ആയി കണക്കാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വാല്യൂയിലോട്ട് അസൈൻ ചെയ്തിട്ട് 5 ആണ്, 5 0 അല്ലല്ലോ, 0 അല്ലാത്ത 0യും 0.0 അല്ലാത്ത എല്ലാം ട്രൂ ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതങ്ങനെയാണ് അതിന്റെ റൂള്. ഈഫ് വാല്യൂ എന്ന് പറയുന്നതും ഈഫ് ട്രൂ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇത് ഈഫ് ട്രൂ ആയതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്യും ഫസ്റ്റത്തത്, ഇത് എൽസിലോട്ട് പോകില്ല. കാരണം ഇനി പോട്ടെ, ഇനി വാല്യൂ 0 ആണ് വിചാരിക്കുക, നിങ്ങൾ ചെയ്തു നോക്കണം. നമുക്ക് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ 0 ഇട്ട് ചെയ്യട്ടോ. if വാല്യൂ ഒരു പകടിക്കണ്ടല്ലോ, if വാല്യൂ കോളം കൊടുത്തു, എന്താ പറയാ, ഞാൻ പ്രിന്റ് ചെയ്യാണ്, ജസ്റ്റ് എന്തായാലും പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, എൽസിലോട്ട് പോയി വീണ്ടും പ്രിന്റ് ചെയ്തു. ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു യെസ് കൊടുത്തു. നിങ്ങൾ പറയും ഇതിലേതാവും പ്രിന്റ്, ഒന്ന് ചിന്തിച്ചോ, ഇതിലേതാവും പ്രിന്റ് ചെയ്യാം. വാല്യൂ അസൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആണ്, നമുക്കറിയാം ഫോൾസ് ആണ്. അപ്പൊ ഇപ്പൊ ഇത് ഈ വാല്യൂന് പകരം എന്താണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു നോക്കേണ്ടത്, ഈ ഫോൾസ്, അങ്ങനെയാണ് പറയേണ്ടത്, ഈ ഫോൾസ്.
ഇഫ് വാല്യൂ എന്ന് പറയുന്നതും ഇഫ് ഫാൾസ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഫാൾസ്. ഇതിന്റെ മീനിങ് ഫാൾസിനാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇഫ് വാല്യൂ എന്ന് പറയുന്നതും ഈ ഫാൾസ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ഇനി വേറൊരു കാര്യമുണ്ട്. ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് പ്രിന്റ് ആവുള്ളൂ. ഇവിടെ നമ്മൾ ഫാൾസ് ആണ്, ഈ ഫാൾസ് ആണ്, അപ്പൊ ഇത് പ്രിന്റ് ആവില്ല. അത് ട്രൂ ആണെങ്കിൽ മാത്രമേ പ്രിന്റ് ആവുള്ളൂ. അപ്പൊ ഇത് എൽസ് പ്രിന്റ് ചെയ്യണം. നമ്മൾ നോക്കി ഏതാ പ്രിന്റ് ചെയ്യണം. എസ് പ്രിന്റ് ചെയ്തല്ലേ. ഇനി ഞാൻ നേരെ മാറ്റിയിട്ട് ഇതിനെ 100 ആക്കി. 100 പറഞ്ഞ എന്താ 0 അല്ല, അപ്പൊ ഇത് ട്രൂ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? മീൻസ് ട്രൂ ആണ്. അത് ഓൾറെഡി നമ്മൾ മനസ്സിലായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് മനസ്സിലായത്? ട്രൂ ആണ്, കൺഫേം ആണ്. അപ്പൊ ഇനി ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ഇഫ് ട്രൂ, അതാണ് ചോദ്യം. ഇഫ് ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇഫ് ട്രൂ ആണോ? ഇഫ് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ അല്ലേ? പ്രിന്റ് ചെയ്ത് നോക്കുക. ഹലോ എന്ന്. ഇനി ഈ വാല്യൂ ആക്കി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഇഫിൽ ഞാൻ ഇവിടെ ട്രൂ കൊടുത്തു. ട്രൂ എന്ന് കൊടുത്തു. ഇഫ് ട്രൂ, ഇപ്പൊ ഏതാ പ്രിന്റ് ചെയ്ത് നോക്ക്. ഹലോ പ്രിന്റ് ചെയ്ത്. ഞാൻ ഇവിടെ ഫാൾസ് കൊടുത്തു നോക്കുക. ഇതാണോ നമ്മൾ വാല്യൂ 0 ആണോ അതിന് ഫാൾസ് ആയിട്ടും വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ 1, 2 ഒക്കെ ആണെങ്കിൽ ട്രൂ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഏതാ പ്രിന്റ് ചെയ്ത് നോക്ക്. എസ് ആവും. ഉണ്ടാ ട്രൂ ആണെങ്കിലേ ഫസ്റ്റത്തെ കേസ് വർക്ക് ആവുള്ളൂ. ഇവിടെ എന്താ കൊടുത്തുകളല്ല, ഇവിടെ ഫാൾസ് ആണോ ട്രൂ ആണോ കൊടുത്തുകളല്ല മാറ്റർ. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കേസ് വർക്ക് ആവുള്ളൂ. അത് ഈഫ് കണ്ടീഷന്റെ റൂളാണ്. ഈഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാധനം ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ആവുള്ളൂ. എൽസ് എന്ന് പറയുന്നത് ട്രൂന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസ്. അപ്പൊ ഫാൾസ് ആണ്. അപ്പൊ ഇത് ഫാൾസിലെ വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ എസ് പ്രിന്റ് ചെയ്തത്. ഇപ്പോ ഇത് ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഇനി അതേമാതിരി ഡാറ്റ നണ്ണ്. ഡാറ്റ നണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പൊ നേരെ പറഞ്ഞിട്ടുള്ളൂ. നള്ള് ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇത് ഡാറ്റ നണ്ണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാൾസ്. നണ്ണ് എന്ന് പറഞ്ഞ ഫാൾസ് ആണ്. നിങ്ങള് നമ്മളെ ഫാൾസ് ഈ വാല്യൂ രണ്ടാമത്തെ നണ്ണാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞ നണ്ണാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡാറ്റ നണ്ണ് എന്ന് പറയുമ്പോ ഇഫ് ഡാറ്റ എന്ന് പറഞ്ഞ ഡാറ്റ നണ്ണ് ഇപ്പൊ എന്താ? ഡാറ്റ അസൈൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. നമുക്കറിയാം. ഇഫ് ഡാറ്റ അതിന്റെ അർത്ഥം എന്താ? ഇഫ് ഫാൾസ് വർക്ക് ആവോ? ഇല്ല, ഈ ഫാൾസ് വർക്ക് ആവൂല. അതുകൊണ്ട് ഈ ഫസ്റ്റത്തെ കേസ് ഇഫ് ഡാറ്റ വർക്ക് ആവില്ല, ഇഫ് ഫാൾസ് വർക്ക് ആവില്ല. രണ്ടും ഒന്നാണ്. ഇഫ് ഡാറ്റ എന്ന് പറയുന്നത് ഈ ഫാൾസ് എന്ന് പറയുന്നത് ഒന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു എലിഫ് കണ്ടീഷൻ ഉണ്ട്. ഇഫ് വർക്ക് ആയില്ലെങ്കിൽ നേരെ എലിഫ് ചെക്ക് ചെയ്യും, എന്നിട്ടേ എൽസിലോട്ട് പോകുള്ളൂ. അത് നിങ്ങൾക്ക് ഓൾറെഡി ആരെയാ കണ്ടില്ല, ഇഫ് കണ്ടീഷന്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ. അപ്പൊ എലിഫ് ഡാറ്റ അസൈൻ 7 അല്ല, ഡാറ്റ ഈക്വൽ ടു 7 ആണോ? അല്ല, ഡാറ്റ നണ്ണാണ്, 7 അല്ല. 7 ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഇവിടെ 7 അല്ല. അപ്പൊ ഇത് പോയി. ഇനി എൽസ്, സ്വാഭാവികമായിട്ട് എൽസിലോട്ട് വരും. എലിഫും വർക്ക് ആയാലും പിന്നെ എൽസിലോട്ട് വരും. ഇതൊന്ന് ചെയ്തു നോക്കാം നമുക്ക്. ഡാറ്റ എന്ന് പറയുന്നത് നണ്ണായിട്ട് കൊടുത്തു. ഇഫ് ഡാറ്റ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടാകുക? ഡാറ്റ നണ്ണ് പറഞ്ഞാൽ മീൻസ് ഫാൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മള് ആ ഒരു സ്ലൈഡിൽ എത്തിയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഈ ഫാൾസ് സെയിം. ഈ ഫാൾസ് പറഞ്ഞാ ഇത് വർക്ക് ആവൂല, രണ്ടാമത്തെ വർക്ക് ആവും. ഇനി അവിടെ ഡാറ്റ ആണ് എഴുതി നോക്കാം. ഇവിടെ ഇപ്പൊ രണ്ടാമത്തത് എസ് ആണ് വർക്ക് ആവേണ്ടത് കേട്ടോ. കാരണം എസ് വർക്കായി. കാരണം എന്താ? ഇഫ് ഡാറ്റ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഇഫ് ഡാറ്റ വർക്ക് ആവില്ല. ഇഫ് ട്രൂ ആണ്, അല്ലെ ഇഫ് ഫാൾസ്, ഇഫ് ഡാറ്റ ആണ് വർക്ക് ആവില്ല, ഇഫ് ട്രൂ ആയിരിക്കണം. അപ്പൊ അത് ഫാൾസ് ആണ്, അതുകൊണ്ട് ഇത് വർക്കായി. ഞാൻ ഡാറ്റയില് ഞാന് ഒരു 5 കൊടുത്തു. ഇപ്പൊ ഫസ്റ്റത്തെ വർക്ക്. കാരണം എന്താ? ഡാറ്റ എന്ന് പറയുന്നത് ട്രൂ ആണ്, 5 ആണ്, 0 അല്ല, ട്രൂ ആണ്. സോ ഇഫ് ട്രൂ ആണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇഫ് ട്രൂ ആണ് എഴുതിയ മാതിരിയാണ് ഇത്. ഓക്കെ. അപ്പൊ ഡാറ്റ മനസ്സിലായി. അപ്പൊ 2 വാല്യൂ, ഒന്ന് എന്താ പറയാ 0 അല്ലെങ്കിൽ 5 നമ്പേഴ്സ് നോക്കി. ഇപ്പൊ ഡാറ്റ നണ്ണാണെങ്കിൽ എന്താ ഉണ്ടാകാൻ നോക്കാം. ഇനി നമുക്ക് ലിസ്റ്റ് നോക്കാം. ഇപ്പൊ ഡാറ്റ ആയിക്കോട്ടെ, നമുക്കൊരു ലിസ്റ്റില് 1, 2 വാല്യൂ ഉണ്ട്. ഇനി ഒരു വാല്യൂ ആയാലും കുഴപ്പമില്ല, ലിസ്റ്റ് ഉണ്ട്. ഈ കേസിൽ എന്താവുന്ന ആലോചിച്ച് നോക്കാം. നമ്മൾ ലിസ്റ്റിന്റെ റൂൾ എന്താ? എം ടി ലിസ്റ്റ് ആണ്, ഫാൾസ് ആണ്. ഇത് എം ടി ലിസ്റ്റ് ആണ്, അല്ല ഇതിൽ ഡാറ്റ ഉണ്ട്, ഇത് ട്രൂ ആണ്. അപ്പൊ മീൻസ് ട്രൂ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ എന്താണ് പറയുന്നത് കോഡിനോട്? ഇഫ് ട്രൂ, നമ്മൾ ഓൾറെഡി മനസ്സിലായി ഇത് ട്രൂ ആണ്. ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഹലോ പ്രിന്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എൽസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇത് ട്രൂ ആണെന്ന് നോക്കിയപ്പോ നമ്മൾ ഹലോ പ്രിന്റ് ചെയ്ത്. ഇനി എന്ത് ഡാറ്റ ആണ് കൊടുത്താലും സെയിം അല്ലേ?
കാരണം എന്താ ഡാറ്റയിൽ എം ടി ലിസ്റ്റ് അല്ല, അപ്പൊ ട്രൂ ആണ്, അതിൽ ഡാറ്റ ഉണ്ട്. ഹലോ ഇതന്നെ എല്ലാത്തിലും. നിങ്ങൾ ഇത് മാറ്റിയിട്ട് ഞാൻ 0 ആക്കിയേ, എം ടി ലിസ്റ്റ് കൊടുത്തോണ്ട. സ്പേസ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ ഇട്ടതാണ്. എം ടി ലിസ്റ്റ് ആണ്, സ്പേസ് ഇട്ടാലില്ലല്ലോ ഒരേമാതിരി. ഇപ്പൊ റൺ ചെയ്ത് നോക്ക്. ഇപ്പൊ എന്താ ഉണ്ടാകുക അറിയോ? ഇതെന്താണ്? ഇതിന്റെ മീനിങ് എന്താ? ഫോൾസ്. ഇഫ് ഫോൾസ് വർക്ക് ആവോ? ഇല്ല. ഇഫ് ഫോൾസ് വർക്ക് ആവില്ല, അപ്പൊ എൽസിലോട്ട് പോകും. റൺ ചെയ്ത് നോക്കുക. യെസ്, ഫോൾസ് ആണ്. ഇവിടെ സ്പേസ് ഇട്ടാലും സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് മനസ്സിലാവാൻ വേണ്ടി. ഇനിയിപ്പോ എന്താ ഇതിന്റെ മീനിങ് എന്താ അറിയോ? മീൻസ് ഫോൾസ്. അപ്പൊ ഈ ഫോൾസ് ഇവിടെ ഇട്ട മാതിരിയാണ് ഇഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കേസിൽ ഇത് ഫോൾസ് ആണ്, ഇത് വർക്ക് ആവില്ല, അത് ട്രൂ ആണ് മാത്രം വർക്ക് ആവുള്ളൂ, എൽസിലോട്ട് പോകും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളിത് നേരെ ആറ്റിട്ട് ഡിക്ഷണറി ആക്കിയെന്ന് വിചാരിച്ചോ, എന്താ ഉണ്ടാകുക നോക്ക്. ഇത് എൽസ് ആണ് പ്രിന്റ് ചെയ്തത്. കാരണം എന്താ? ഡാറ്റയില് ലിസ്റ്റും ഡിക്ഷണറിയും സെറ്റ്സും ടപ്പിൾസും അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി വരുന്ന വീഡിയോകളിൽ. കൺഫ്യൂഷൻ ആണ്ട്. അതൊക്കെ ലിസ്റ്റ് പോലുള്ള ഒരു സെറ്റ് എന്താ പറയുക ഡാറ്റ നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അത് ഡിറൈവ്ഡ് ഡാറ്റ നമുക്ക് ഓൾറെഡി അറിയുന്നല്ലേ, ആ ഡാറ്റ ടൈപ്പ് ആണ്. അതൊക്കെ എം ടി ആണെങ്കിൽ ഫോൾസ് ആണ്. അപ്പൊ ഇതൊക്കെ ഫോൾസ് ആണ്. ഇതൊന്നും ഇത് വർക്ക് ആവില്ല, നേരെ അടിയിലോട്ട് പോകും. ഇനി ഇതിനുള്ളിൽ ഞാൻ ഒരു കീ വാല്യൂ കൊടുക്കുകയാണ്, നെയിം. ഇത് എങ്ങനെയുള്ളത് നോക്കണ്ട, നമുക്ക് പിന്നെ റെഡി ആക്കാം. ഇപ്പൊ നെയിം കീ വാല്യൂ കൊടുത്തു വിചാരിച്ചോ, ഇതിനുള്ളിൽ കുറച്ച് ഡാറ്റ ഉണ്ടെന്ന് വിചാരിച്ചോ, റൺ ചെയ്തോ. എന്താ ഉണ്ടായി? ഇതിന്റെ മീനിങ് എന്താണ്? മീൻസ് ട്രൂ. ഇത് ട്രൂ ആണ്. ട്രൂ എന്ന് പറഞ്ഞ എന്താ? ഇഫ് ട്രൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ഇഫ് ട്രൂ ആണ്, ഇത് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇഫ് ഡാറ്റ ആണ് പറയുന്നത്, ഇഫ് ഡാറ്റ ട്രൂ എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം എന്താ? ഇതിൽ എം ടി ഡാറ്റ, എം ടി ലിസ്റ്റ്, എം ടി ഡിക്ഷണറി അല്ല. സോ പ്രിന്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ഹലോ. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കുക. ഹലോ പ്രിന്റ് ആയി. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്താ? ലിസ്റ്റ് ചെയ്ത് നോക്കി, ഡാറ്റ ചെയ്ത് നോക്കി, വാല്യൂ ചെയ്ത് നോക്കി, നിങ്ങളെല്ലാം ചെയ്ത് നോക്കിക്കോ. അതേമാതിരി സ്ട്രിങ് ഇപ്പൊ അത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ് വിചാരിക്കുക. നമ്മൾ ഡാറ്റ തന്നെ മതി. നമുക്ക് ഇവിടെ ഹലോ എന്ന് എഴുതിയൊരു സ്ട്രിങ് ആണ്. ഇപ്പൊ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കാം. ഇപ്പോ രണ്ടും ഒരേ വേർഡ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് ചുമ്മാ ഒരു വാല്യൂ, എന്തായാലും വാല്യൂ കൊടുത്താണ്, അത്രേ ഉള്ളൂ. ഡാറ്റയിൽ ഇപ്പൊ സ്ട്രിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ സ്ട്രിങ് എം ടി അല്ലെങ്കിൽ എന്താണ്? മീൻസ് ട്രൂ. മീൻസ് ട്രൂ ആണ്, എം ടി സ്ട്രിങ് അല്ല. സ്ട്രിങ്ങിൽ വാല്യൂ ഉണ്ട്. ട്രൂ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് ട്രൂ എന്ന് പറയുന്നത് പോലെയാണ് ഇഫ് ഡാറ്റ. അപ്പൊ കറക്റ്റ് ആണ്, ട്രൂ ആയതുകൊണ്ട് റൺ ആവും. ഹലോ വരും. എറർ അടിക്കൂട്ടെ ചിലപ്പോ, അതാണ്ടില്ലേ, ഇത് ഒഴിവാക്കണം. കണ്ടാ? നമുക്ക് ട്രൂ ആണ്, ഹലോ പ്രിന്റ് ചെയ്ത്. ഇനി അതിനെ മാറ്റിട്ട് നമ്മൾ ഒരു സ്പേസ് കൊടുത്താ പറയണ്ടേ? സ്പേസും സ്ട്രിങ് ആയിട്ട് കണക്കാക്കും. എം ടി അല്ല, സ്പേസിന് സ്ട്രിങ് ആയിട്ട് കണക്കാക്കും. കണ്ടാ? ഹലോ എന്ന്. കാരണം ഇതിന്റെ മീൻസ് എന്താ? ഇത് മീൻ ചെയ്യുന്നത് ട്രൂ ആണ്. ഇത് മീൻ ചെയ്യുന്നത് ട്രൂ ആണ്, കാരണം എം ടി സ്ട്രിങ് അല്ലത്. അതുകൊണ്ട് ഫസ്റ്റ് ഇത് വർക്ക് ആവും. ഇനി ഞാനൊന്ന് ബാക്ക് അടിച്ച് എന്താ പറയാ, ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എം ടി സ്ട്രിങ് ഒന്നുമില്ല, ഇല്ല സ്പേസ് ഇല്ല. ഇതാണ് എം ടി സ്ട്രിങ്. സ്പേസ് ഇല്ല, അതുകൊണ്ട് എം ടി സ്ട്രിങ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? എം ടി സ്ട്രിങ് എന്ന് പറയുന്നത് എന്താ? ഫോൾസ്. നമുക്കറിയാലോ ഫോൾസ് ആണ്, എം ടി സ്ട്രിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ ഫോൾസ് ആണ് വർക്ക് ആവില്ല. അപ്പൊ ഈ ട്രൂ ആണ് മാത്രമേ വർക്ക് ആവുള്ളൂ. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് നമ്മൾ പറയണ്ടേ, ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ എൽസിലോട്ട് പോകും. ഇനി നോക്ക്, ഈ ഫാൾസ് ആണ്, ഇതിൽ വർക്ക് ആവില്ലല്ലോ, ഇതിലോട്ട് പോകും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാകുക? ഫാൾസില് പിന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എഴുതിച്ചതിന് റൺ ചെയ്യാം. ഈ ഫാൾസ് ആണെങ്കിൽ എസ് പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇഫ് ഡാറ്റ, കാരണം ഇത് ഫാൾസ് ആണ്, എം ടി സ്ട്രിങ് ആണ്. യെസ്, കണ്ടാ? ഇത്രേ ഉള്ളൂ, എം ടി സ്ട്രിങ്. ഇനി അതേപോലെ x0 നമ്മൾ ഓൾറെഡി പറഞ്ഞു. x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പൊ ഇഫ് x എന്ന് പറഞ്ഞാൽ ഇഫ് ഫോൾസ് ആണ്. നമ്മളെ കണ്ടീഷൻ എപ്പോഴും ഇഫ് ട്രൂ ആയിരിക്കണം. അപ്പൊ ഇത് വർക്ക് ആവില്ല ഫസ്റ്റത്തത്. അങ്ങനെയാണെങ്കിൽ എൽസിലോട്ട് പോകും. അത്രേ ഉള്ളൂ. ഇനി മൈ ബൂളിയൻ ഫോൾസ് കൊടുത്ത് സിമ്പിൾ ആണ്. ഞാൻ ചുമ്മാ ഒരു വേരിയബിൾ മൈ ബൂളിയൻ ഫോൾസ് എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്ത്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വേർഡ് ഇതൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, വേരിയബിൾ അസൈൻ ചെയ്യണമെന്നും. അതാണ് സ്പീഡ് പറഞ്ഞോളൂ. മൈ ബൂളിയൻ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഞാൻ ചുമ്മാ ഫോൾസ് എന്ന ബൂളിയൻ അസൈൻ ചെയ്തു. ആ പേര് കൺഫ്യൂഷൻ ആവണ്ട. മൈ ബൂളിയൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുത്തൊരു പേരാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, മൈ ടെസ്റ്റ്, മൈ വാല്യൂ എന്ത് വേണമെങ്കിൽ കൊടുത്തോ. അതിലോട്ട് ഞാൻ എന്ത് ചെയ്ത് ബൂളിയൻ ആയിട്ടുള്ള ഫോൾസിനെ അസൈൻ ചെയ്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞ മൈ ബൂളിയൻ എന്ന് പറഞ്ഞ എന്റെ വാരിയബിൾ ഇപ്പോ ഫോൾസ് ആണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ഇവിടെ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
ഇപ്പൊ ഞാൻ ആഡ് ചെയ്താൽ ഇവിടെ ഒക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. ഞാൻ നമ്മൾ ചെയ്ത് കാണിച്ചതാ. ഇപ്പൊ ഡാറ്റന്റെ എടുത്തോ, ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ ഫാൾസ് കൊടുത്തു. അപ്പൊ ക്ലിയർ ആയി. ഈ മൈബൂളി ഒന്നും വേണ്ട, ഡാറ്റ എന്ന് പറയുന്നതിന് ഞാൻ ഫാൾസ് കൊടുത്തു. ഇനി പറയും ഇഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ പ്രിന്റ് ആകുക? ഇഫ് ഡാറ്റ എന്ന് പറയുന്നത് ഫാൾസ് ആണ് വേർഡ് സെറ്റ് ചെയ്ത്. ഇഫ് ഡാറ്റ പറഞ്ഞാൽ ഈ ഫാൾസ്, ഒരിക്കലും ഇത് വർക്ക് ആവില്ല. ഇത് ട്രൂലേ വർക്ക് ആവുള്ളൂ. റൺ ചെയ്ത് നോക്കുക. കണ്ടാ, രണ്ടാമത്തത് വർക്കായത്. ഇനി ഞാൻ ഇതിനെ ട്രൂ കൊടുത്ത്. ട്രൂ എന്താ? ട്രൂ ആണ്. ഇഫ് ഡാറ്റ എന്ന് പറയുന്നു ഇഫ് ട്രൂ എന്ന് പറയുന്നത് ഒരേ മീനിങ് ആണ്. റൺ ചെയ്ത് നോക്കുക എന്താ വരുന്നത്? ഹലോ എന്ന്. സിമ്പിൾ അല്ലേ? ആ ഇഫ് ട്രൂ ആ ലോജിക് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ആ വാല്യൂസ്, ഈ സീറോ, നണ്ണ്, എം ടി ലിസ്റ്റ്, എഫ് ടി ഡിക്ഷണറി, എം സി ലെറ്റ്സ്, എം സി, ഈ എം ടി എന്താ പറയാ പറഞ്ഞ് മിസ് ചെയ്തു പോകും. എന്താ പറയാ, ഡിക്ഷണറി എം ടി ആയാലും ലിസ്റ്റ് എം ടി ആയാലും സെറ്റ്സ് എം ടി ആയാലും എല്ലാം ഫാൾസ് ആണ്. അത്രേ ഉള്ളൂ. മറ്റേതൊക്കെ ട്രൂ ആണ്. ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റത്തെ വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത്തെ വർക്ക് ആവും. ആ ലോജിക്. ഇനി നമുക്ക് ആൻഡ് ഓർ ഓപ്പറേറ്റർ പഠിക്കാം. അതാണ് ഓർ ആൻഡ്. ഓർ എന്താണ്? ഏതെങ്കിലും ഒന്ന്. ഓപ്പറേറ്ററിന്റെ വീഡിയോ കണ്ട് ക്ലിയർ ചെയ്യണം. നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇവിടെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഓർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വർക്കാവും. ആൻഡ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ റെഡി ആയാൽ മതി. റെഡി ആയി മീൻസ് ട്രൂ ആയാൽ മതി. ഓർ നോക്കുമ്പോൾ ഏതെങ്കിലും മുന്നിലും പിന്നിലും രണ്ട് ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടാവും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഓർ ഉണ്ടാവും. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയ സെറ്റ് ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതല്ലേ, ഏതെങ്കിലും ഓർ ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ മതി. ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നിച്ച് റെഡി ആയി നിൽക്കണം. ഒന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ ഓഫ് ആൻഡ്, ബോത്ത് കണ്ടീഷൻ മസ്റ്റ് ബി ട്രൂത്തി. ട്രൂത്തി എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് ഏതെങ്കിലും വാല്യൂ നമുക്ക് അറിയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്, അത് നോക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കുക. എ അസൈൻ 5 നിങ്ങൾ പറയും ഇത് ട്രൂ ഫാൾസ്, ട്രൂത്തിയാ ഫാൾസിയാ? ട്രൂത്തിയാണ്, കാരണം 0 അല്ല. ബി അസൈൻ 10 ട്രൂത്തിയാണ്, കാരണം എന്താ? 0 അല്ല. ഇനി നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ആണ് ചെക്ക് ചെയ്യണം. ഇഫ് മാറ്റിയൊക്കെ. ഇനി അടുത്തത് നമുക്ക് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ട്രൂത്തി ആൻഡ് ട്രൂത്തി, രണ്ടും ട്രൂത്തി ആണെങ്കിൽ ഇറ്റ്സ് ട്രൂത്തി. കാരണം ആൻഡ് ഓപ്പറേറ്റർ രണ്ടും വേണം. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എ ട്രൂത്തി ആൻഡ് ബി രണ്ട് ട്രൂത്തി ഒന്നിച്ച് നിൽക്കുമ്പോഴേ ട്രൂത്തി ആവുള്ളൂ. മനസ്സിലായില്ലേ? ഈ ആൻഡ് ഓപ്പറേറ്റർ അതാ പറയണത്, രണ്ടും ട്രൂത്ത് ആയിരിക്കണം എന്നാലേ സെറ്റ് ആവുള്ളൂ. രണ്ടും ട്രൂത്ത് ആയിരിക്കണം, രണ്ടും ട്രൂത്തി ആയിരിക്കണം. എ ട്രൂത്തിയാണ്, ബി ട്രൂത്തിയാണ്, യെസ് ആൻഡ് ഓപ്പറേറ്ററിന് ഓക്കെയാണ്. ആൻഡ് ഓപ്പറേറ്റർ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പൊ എന്തായി? ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂത്തി. അപ്പൊ അത് ട്രൂ ആയി. ട്രൂ ആയ ഇഫ് ട്രൂ സംഭവം വർക്കാവും. ഇനിയിപ്പോ ഞാൻ എനെ 0 ആക്കി അല്ലെങ്കിൽ ബിനെ 0 ആക്കി, അപ്പൊ എന്താണ്? എ ട്രൂത്തി ആവുമ്പോ ബി ഫാൾസി ആവും, എ ഫാൾസി ആവുമ്പോ ബി ട്രൂത്തി ആവും. അപ്പൊ ഇത് എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേറ്ററിൽ വർക്ക് ആവില്ല. രണ്ടും ഒരുപോലെ ആവണ്ടേ? അപ്പൊ അത് കട്ടായി. രണ്ടും ട്രൂത്തി ആയിരിക്കണം, ഒരുപോലെ രണ്ടും ട്രൂത്തി ആയിരിക്കണം, എന്നാലേ ഈഫിൽ വർക്ക് ആവുള്ളൂ. സോ ഈഫ് അതിനെ അക്സെപ്റ്റ് ചെയ്യും റിജക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ട്രൂത്തി. ആ ട്രൂത്തിനെ നോക്കുന്നത് ആൻഡ് ഓപ്പറേറ്റർ. ആൻഡ് ആണെങ്കിൽ രണ്ടും ട്രൂത്തി ആണോ, ഓർ ആണെങ്കിൽ ഒന്ന് ട്രൂത്തി ആയാൽ മതി. ചെയ്ത് നോക്കാം. എ അസൈൻ 4, ബി അസൈൻ 8. ഇഫ് എ ആൻഡ് ബി. ഇപ്പൊ എന്താ പറയുന്നത്? ഈ ഈഫ് മാറ്റി വെക്ക്, എന്നിട്ട് എ എടുക്ക്. എ എന്താ? ട്രൂത്തി. ബി എന്താ? ട്രൂത്തി. ഇത് രണ്ടും ട്രൂത്തി ആണോ? ആൻഡ് രണ്ടും ട്രൂത്തി ആണെങ്കിൽ യെസ്, രണ്ടും ട്രൂത്തി ആണെങ്കിൽ ഈഫിന് ഓക്കെയാണ്. കാരണം എന്താ? ഈഫ് ട്രൂ ആ നോക്കുന്നത്. ഇത് രണ്ടും ട്രൂത്തി ആവുമ്പോ ആക്ച്വലി ഇത് എ ട്രൂത്തി ആൻഡ് ബി ട്രൂത്തി, ഇത് രണ്ടും ട്രൂത്തി ആണെങ്കിലാണ് ഇത് ട്രൂ ആവുക. അങ്ങനല്ലേ? നമ്മൾ എന്ത് കാര്യങ്ങളല്ലേ, രണ്ടും ഒരുപോലെ റെഡി ആവുമ്പോഴല്ലേ അതിന് ട്രൂ ആവുള്ളൂ. അല്ല ഒന്ന് മാത്രം കൊളായി കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ആയി സക്സസ് ആയി എന്ന് പറയില്ല, നമ്മൾ കറക്റ്റ് ഉണ്ടാവണം. അപ്പൊ ഈ ട്രൂ എന്ന് പറയുന്നതും എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ടും ട്രൂത്തി ആവണം, എന്നാലേ ആൻഡ് ഓപ്പറേറ്റർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ എന്താണ് നോക്കുക? ഹലോ ആണ്, കാരണം രണ്ടും ട്രൂത്തിയാണ്. ഇനി അതിനെ 0 ആക്കി. ഇപ്പൊ എന്തായി? എ ട്രൂത്തി ബി ഫാൾസി. അപ്പൊ എന്തായി? രണ്ടും ഒരേമാതിരി അല്ലല്ലോ, രണ്ടും ട്രൂത്തി അല്ലല്ലോ. അപ്പൊ ഇത് എന്തായി? ഫാൾസ് ആയി. രണ്ടും ട്രൂത്ത് ആയിരിക്കണം, രണ്ടും ട്രൂത്തി അല്ല, അപ്പൊ ഇത് ഫാൾസി ആയി. ഇഫ് ട്രൂ അല്ല, ഈ ഫാൾസ് ആണിത്, കാരണം ഇത് ഫാൾസി വാല്യൂ ഉണ്ട് ഇതിൽ, 0 ഫാൾസി വാല്യൂ ആണ്. കാരണം ആൻഡ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് രണ്ടും വേണം, അതാ പ്രശ്നം. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു, ആൻഡ് ഓപ്പറേറ്റർ രണ്ടും വേണം. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, യെസിലോട്ട് പോയി. ഇനി ഞങ്ങൾക്ക് ഓർ ഓപ്പറേറ്റർ സിമ്പിൾ ആണ്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താട്ടോ, അതായത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത.
ഓർ ഓപ്പറേറ്റർ കൊടുക്കുമ്പോ എന്താ അറിയോ, എ ട്രൂത്തി, ബി ട്രൂത്തി, ഏതെങ്കിലും ഒന്ന് ട്രൂത്തി ആയാൽ മതി. ഇവിടെ എ എന്താ ട്രൂത്തിയാണ്, ഫൈൻ, അത് സെറ്റായി. ഇനിയിപ്പോ എ ട്രൂത്തി അല്ലെങ്കിൽ ബി നമ്മൾ കളിച്ചുതരാം. ഇപ്പൊ എ ട്രൂത്തി ആയി, അപ്പൊ എ ട്രൂത്തി ആയപ്പോ ഫൈൻ, ഇനി ബി നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഏതെങ്കിലും ഒരു കേസ് ട്രൂത്ത് ആയാൽ മതി. പക്ഷെ ഞാൻ ഇവിടെ സീറോ എനെ സീറോ ആക്കി. കാരണം ഫസ്റ്റ് കേസിൽ നമ്മൾ ചെക്ക് ചെയ്തത് എ ട്രൂത്ത് ആയപ്പോ തന്നെ സംഭവം സെറ്റാണ്, മുന്നോട്ട് പോയി, ഇനി ബി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എ സീറോ ആണ്, അപ്പൊ ഈ ഫസ്റ്റ് കേസ് ട്രൂത്തി ആണോ? അല്ല. അപ്പൊ ബി ചെക്ക് ചെയ്യും, ബി എന്താ ട്രൂത്തി ആണ്. ആൻഡ് ഓപ്പറേറ്റർ അല്ല ഇവിടെ, ഏതെങ്കിലും ഒന്ന് മതി, ഓർ ഏതെങ്കിലും ഒന്ന് മതി. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യും. നോക്കാം നമ്മള് കണ്ട. ഹലോ, ഈ ആൻഡ് ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്റർ ആയപ്പോ എല് സീറോ ആയപ്പോഴും ബി ചെക്ക് ചെയ്തു, ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ മതി. ഒന്ന് റെഡി ആയപ്പോ തന്നെ നമ്മൾ ഓക്കെ പറഞ്ഞ് ഈഫ് ട്രൂ ആക്കി. കാരണം ഒന്ന് റെഡി ആയ ട്രൂ ആണ്. ആൻഡ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടും എന്താ പറയാ, നോക്കിക്കോ, ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഫാൾസ്, എൽസിലോട്ട് പോകും. ഇനി ഞാനിപ്പോ ഇവിടെ വാല്യൂ എടുത്തിട്ട് ഇതിലോട്ട് പോയി മറ്റേ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല എൽസിലോട്ട്. കാരണം എന്താ, രണ്ടും ട്രൂത്തി ആയിരിക്കണം. ഒന്ന് മാത്രമാണെങ്കിൽ ഓരോ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, രണ്ടും ട്രൂത്തി ആണെങ്കിലേ ഇത് ട്രൂത്ത് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. മറ്റേത് വേണ്ട, ഹലോ ഒന്ന് രണ്ടും ട്രൂത്തി ആണ്, രണ്ടും വാല്യൂ ഉണ്ട്. ആ ടെസ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ചാൽ കിട്ടും. സീറോ ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ രണ്ടും സീറോ ആവരുത്, രണ്ടും ട്രൂത്ത് ആയിരിക്കണം. ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂത്ത് ആയാൽ മതി. ഇവിടെ എം 100, എം 100 ഇത് നേരിട്ട് വാല്യൂ കൊടുത്തു. എം 100 ട്രൂത്തി അല്ലേ? യെസ്. ഇഫ് എം ട്രൂത്തി ആണ് നമുക്കറിയാം. ആൻഡ് സീറോ, സീറോണ് നേരിട്ട് കൊടുത്തുക. സീറോ എന്ന് പറഞ്ഞാൽ എന്താ, ഫാൾസി ആണ്. ആൻഡ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യോ ഇല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കാം. വർക്ക് ചെയ്യൂല. കാരണം എന്താ, രണ്ടും ട്രൂത്തി ആയിരിക്കണം. എം ട്രൂത്തി ആണ്, യെസ്. ആൻഡ് നോക്കിയപ്പോ ആൻഡ് ആണ്, അപ്പൊ രണ്ടും കറക്റ്റ് ആവണം. സീറോ ഫാൾസ് ആയി, അപ്പൊ ഇത് ബ്രേക്ക് ആയി. ഇത് രണ്ടും ട്രൂത്തി അല്ല, എം ട്രൂത്തിയും സീറോ ഫാൾസിയും ആണ്. അപ്പൊ ഇത് വർക്ക് ആവൂല, എൽസിലോട്ട് പോകും. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒന്ന് ട്രൂത്തി ആയാൽ പോരാ, രണ്ടും ട്രൂത്തി ആവണം. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് ഓർ. ഇപ്പൊ നമ്മൾ ആൻഡ് പറഞ്ഞ് ഓർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ഞാൻ ജസ്റ്റ് നോട്ട് ഒന്ന് വായിച്ചു പോവാം. ഓർന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂത്തി ആയിരിക്കണം. മറ്റേ ആൻഡ് പറഞ്ഞാൽ രണ്ടും ട്രൂത്തി ആയിരിക്കണം. അപ്പോൾ ട്രൂ ആവണം. ട്രൂത്തി ആൻഡ് ട്രൂത്തിനെ ട്രൂ എന്നും, ട്രൂത്തി ഓർ ട്രൂത്തി അല്ല ട്രൂത്തി ഓർ ഫാൾസി എങ്ങനെയായാലും നമുക്ക് മാനേജ് ചെയ്യാം. അപ്പൊ ആൻഡ് ഓപ്പറേറ്റർ നോക്കുമ്പോൾ ട്രൂത്തി ആൻഡ് ട്രൂത്തി, അപ്പൊ അതിനെ നമ്മൾ ട്രൂത്തി എന്ന് പറയും. ട്രൂത്തി ആൻഡ് ഫാൾസി എന്ന് പറയുമ്പോൾ അത് ഫാൾസി ആയി മാറും. കാരണം ആൻഡ് ഓപ്പറേറ്ററിൽ രണ്ടും ട്രൂത്തി ആയിരിക്കണം. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂത്തി ആയാൽ മതി. അപ്പൊ എ 5 ബി 0, അപ്പൊ എന്തായി, ട്രൂത്തി ഫാൾസി. പക്ഷെ ഓർ ഓപ്പറേറ്റർ ആകുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂത്തി ആയാൽ മതി. സോ ഇത് വിൽ അക്സെപ്റ്റ് ചെയ്യും, കാരണം ഒന്ന് ട്രൂത്തി ഉണ്ട്. ഇനി നമുക്ക് എക്സ് 0 വൈ ഹലോ, ഇതിൽ ഒന്ന് ട്രൂത്തി ഉണ്ട്. കാരണം എന്താ, വൈ എന്താ എംപ്റ്റി സ്ട്രിങ് അല്ല, സോ ഇറ്റ് ഇസ് എ ട്രൂത്തി. എക്സ് 0 ആണ്, ഫാൾസി ആണ്, പക്ഷെ ഏതെങ്കിലും ഒന്ന് കണ്ടീഷൻ സെറ്റ് ആണ്, അപ്പൊ ഇത് കറക്റ്റ് ആവും. എക്സ് ഓർ വൈ ഏതെങ്കിലും ഒന്ന് മതി. ഇനി നമുക്ക് ഇഫ് എക്സ് എന്താ ഇവിടെ ഫാൾസി ഓർ എംപ്റ്റി ലിസ്റ്റ്. എംപ്റ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാൾസി ആണ്. എനിത്തിങ് എംപ്റ്റി ആയുള്ള ലിസ്റ്റ് സെറ്റ്സ് ഒക്കെ ഫാൾസി ആണ്. ഇവിടെ രണ്ടും ഫാൾസി അല്ലേ, കാരണം എക്സ് എന്താ 0 ഫാൾസി, ഇതും ഫാൾസി. അപ്പൊ ഇത് വർക്ക് ആവില്ല, ഈ കേസ് ഇവിടെ വർക്ക് ആവില്ല. കാരണം ഏതെങ്കിലും ഒന്നെങ്കിൽ ട്രൂ ആണ്, ഇവിടെ രണ്ടും ഫാൾസ് ആണ്. അപ്പൊ നമുക്ക് എൽസിലോട്ട് പോവാം, എൽസ് വർക്ക് ആവും. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തത് ആൻഡും ഓറും പറഞ്ഞു. ഇനി നമുക്ക് നോട്ട് ഓപ്പറേറ്റർ നമ്മൾ ആ ഓപ്പറേറ്റർ വീഡിയോ അടിപൊളി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾ ഒന്നും കൂടി കാണാം. സിമ്പിൾ ആയി പറയാൻ, നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫാൾസ്, ഫാൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ, അത്രേ, ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് ഒരു ട്രൂത്ത് കേസിനെ ഫാൾസി ആക്കാനും ഫാൾസി കേസിനെ ട്രൂത്ത് ആക്കി മാറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഉപയോഗിക്കാം, നോട്ട് ഓപ്പറേറ്റർ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. ഈസ് ആക്റ്റീവ് എന്ന് പറഞ്ഞാണ്ട് ഞാൻ ട്രൂ എന്നൊരു ബൂളിനെ അസൈൻ ചെയ്ത് കൊടുത്ത്, അപ്പൊ ട്രൂത്തി ആണ്. ഇഫ് ആക്റ്റീവ്, നമ്മൾ ഈ കണ്ടീഷൻ പറയണേ, ഇഫ് ഈസ് ആക്റ്റീവ് എന്താ, ഈസ് ആക്റ്റീവ് ട്രൂ ആണ്. അപ്പൊ ഇഫ് ട്രൂ, അപ്പൊ ഇതിൽ ഫസ്റ്റ് കേസ് പ്രിന്റ് ചെയ്യും. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞാണ് ഫസ്റ്റ് കേസ് പ്രിന്റ് ചെയ്യും, കാരണം ട്രൂ ആണ്, എൽസ് പ്രിന്റ് ചെയ്യില്ല. ഇനി ഞാൻ നോക്കണേ, ഇഫ് നോട്ട് ഈസ് ആക്റ്റീവ്, ഇഫ് നോട്ട് ഈസ് ആക്റ്റീവ്, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൾസ് ആണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം, നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോ ഞാൻ ഡേറ്റ എന്നതിൽ
false assign ചെയ്തു. എന്നിട്ട് എന്താണ്? അല്ല, ആദ്യം നമ്മൾ ട്രൂ അല്ലേ, ട്രൂ അസൈൻ ചെയ്തു. എന്നിട്ട് if data, ഇത് നമ്മൾ കുറെ ചെയ്താണെന്നാണ് ഒന്നുകൂടി കാണിക്കുന്നത്. if data hello else print yes. ഇവിടെ എന്താണ്? ഡാറ്റ ട്രൂ ആണ്. സോ ഇഫ് ട്രൂ, ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് പ്രിന്റ് ചെയ്യും. നമുക്ക് ഇവിടെ ട്രൂ ആണ്, എന്താ നോക്കുക, ഹലോ പ്രിന്റ് ചെയ്യും. ഞാൻ നോട്ട് ഓപ്പറേറ്റർ കൊടുക്കുകയാണ്. ഇഫ് നോട്ട് ഡാറ്റ, ഡാറ്റ ട്രൂ അല്ലേ, ട്രൂ ഇഫ് ഫാൾസ് ആക്കി മാറ്റും. അപ്പൊ എന്താണ്? ഇതിലോട്ട് പോയി. കാരണം എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഡാറ്റ ട്രൂ അല്ലേ, ട്രൂ പിന്നെ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ആവില്ല, എന്ത് എഴുതിക്ക് പോയി. അപ്പൊ നിങ്ങൾ അവിടെ നോട്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ജസ്റ്റ് അടിയിൽ എഴുതുകയാണ്. ഇഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇഫ് ട്രൂ എന്നാണ് അല്ലേ? യെസ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു നോട്ട് കൊടുത്താൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി മാറ്റും. ഇപ്പോ ഇഫ് നോട്ട് ഡാറ്റ എന്ന് പറയുന്ന സെയിം ആണ് ഇഫ് നോട്ട് ട്രൂ. അപ്പൊ ഇഫ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റിലോട്ട് മാറും. അപ്പൊ ഇഫ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ ഇഫ് ഫാൾസ് അല്ലേ? ഇതന്നെയല്ലേ ഇഫ് ഫാൾസ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കി. ഇഫ് ഡാറ്റ എന്ന് പറയുന്നത് ട്രൂ ആണ്, ഇഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അതിന്റെ കൂടെ ഇഫ് ഡാറ്റ സെയിം ആസ് ഇഫ് ട്രൂ. ഇത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് സെയിം ആസ് എന്ന് പറയാനാണ്. ഇഫ് ഡാറ്റ എന്താ ട്രൂ ആണ്, ഇഫ് ട്രൂ എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഡാറ്റയിൽ ഇപ്പൊ ട്രൂ ആണ് വാല്യൂ, അതുകൊണ്ട് ഡാറ്റ ട്രൂ ആണ്. ഇഫ് ഡാറ്റ എന്ന് പറയുന്നതും ഇഫ് ട്രൂ എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി ഇതിലോട്ട് നോട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ്. അതാ വെച്ച് കഴിഞ്ഞാൽ ഇഫ് നോട്ട് ഡാറ്റ, ഇഫ് നോട്ട് ഡാറ്റ ആണല്ലോ നമ്മൾ ചെയ്യാൻ പോണേ, നോട്ട് ഓപ്പറേറ്റർ. അത് സെയിം ആസ് ഇഫ് നോട്ട് ട്രൂ. നോട്ട് രണ്ടിക്ക് ആഡ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. രണ്ടിടാ, ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു. ഇഫ് ഇവിടെ നിന്ന് മിസ് ചെയ്തു പോയി അതല്ലേ. ഇഫ് ട്രൂ ഇഫ് ഡാറ്റ സെയിം ആസ് ജസ്റ്റ് ടെക്സ്റ്റ് ആണ്. ഇഫ് ട്രൂന്റെ ഉള്ളിൽ നോട്ട് കൊടുത്താണ് ഇഫ് നോട്ട് ട്രൂ. ഇഫ് ഡാറ്റ എന്ന് പറയുന്ന നോട്ട് ഇട്ട് കൊടുത്തു, ഇഫ് നോട്ട് ഡാറ്റ അത് രണ്ടും സെയിം ആ. നോട്ട് ജസ്റ്റ് രണ്ടിലിട്ട് കൊടുത്തു. അപ്പൊ നമ്മളെ നോട്ട് ഓപ്പറേറ്റർ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മേക്ക് ഇറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോ ട്രൂ ആണെങ്കിൽ ഫോൾസ്, ഫോൾസ് ആണെങ്കിൽ ട്രൂ. ഇനി പറയും ഇവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ, ഇവര് തന്നിക്കണ് ഡാറ്റ ട്രൂ ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫോൾസ് ആയി മാറും. ദാറ്റ് മീൻസ് ഇഫ് നോട്ട് ട്രൂ, ട്രൂനെ ഓപ്പോസിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഫോൾസ് ആണ്. ഇഫ് ഫോൾസ്, ഈ ഫോൾസിനാണ് ഇതിന് പറയാ. എടുക്കൂലല്ലോ, ഈ ഫോൾസ് എടുക്കൂല, ഇഫ് ട്രൂ എടുക്കുള്ളൂ, എൽസ് പ്രിന്റ് ചെയ്യും. ഇനി നോക്കിക്കോ, ഇവിടെ ഞാൻ ഫോൾസ് കൊടുത്തു. ഇതിലേതാ പ്രിന്റ് ചെയ്യാൻ ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിലേതാ പ്രിന്റ് ചെയ്യാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കട്ട് ചെയ്യണോടുന്ന് ഇത് ഇവിടെ നിൽക്കുകയാണ്. ഇത് കിട്ടിയ സംഭവം ക്ലിയർ ആവും. ഫസ്റ്റത്തത് പ്രിന്റ് ചെയ്ത്. കാരണം എന്താണ്, നമുക്ക് ഇവിടെ എഴുതിയത് തന്നെ ചെക്ക് ചെയ്യാം. ഇഫ് ഡാറ്റ എന്ന് പറയുന്നതും ഇഫ് ഫോൾസ് എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം എന്താ, ഈ ഡാറ്റ ഫോൾസ് ആണ്. ഇഫ് ഡാറ്റ എന്ന് ചെക്ക് ചെയ്യുന്നതും ഈ ഫോൾസ് എന്ന് ചെക്ക് ചെയ്യുന്നതും സെയിം മീനിങ് ആണ്. നമുക്ക് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഇഫ് ഡാറ്റന്റെ കൂടെ നോട്ട് കൊടുത്തു. ഇഫ് ഇത് ഫോൾസ് ആണല്ലോ, ഫോൾസിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ, ഇത് ഫോൾസ് ആണ്, മാറ്റിയതാണ് ഞാൻ. ഇഫ് നോട്ട് ഫോൾസ് കൊടുത്തു, രണ്ടിലോട്ട് നോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പറയും ഇഫ് നോട്ട് ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഓപ്പോസിറ്റ്. നോട്ട് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ. അപ്പൊ ഇഫ് നോട്ട് ഡാറ്റ എന്ന് പറയുന്നതും ഇഫ് നോട്ട് ഫോൾസ് എന്ന് പറയുന്നതും ഇഫ് ട്രൂ എന്ന് പറയുന്നതും ഒന്നല്ലേ? കാരണം ഫോൾസിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ നോട്ട് ഉപയോഗിക്കുന്നത്. ഫോൾസിന്റെ ഓപ്പോസിറ്റ് ഒറ്റൊന്നല്ലേ ഉള്ളൂ, ട്രൂ. അപ്പൊ ഇഫ് ട്രൂ. അതുകൊണ്ടാണ് ഇഫ് നോട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ ഹലോ പ്രിന്റ് ചെയ്യുന്നത്. ഏതാണോ വാല്യൂന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പൊ 0 കൊടുത്ത് വിചാരിച്ചു, 0 എന്താ, ഫോൾസ്. ഇഫ് നോട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ മതി? ഇഫ് നോട്ട് ഡാറ്റ എന്ന് പറയുന്നതും ഇഫ് നോട്ട് ഫോൾസ് എന്ന് പറയുന്നതും സെയിം അല്ലേ? ഇഫ് നോട്ട് ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് ട്രൂ. ഇഫ് നോട്ട് ഫോൾസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ, ജസ്റ്റ് മേക്ക് ഇറ്റ് ഓപ്പോസിറ്റിനല്ലേ?
ഇത് നേരെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. സെയിം മീനിങ് അല്ലേ? പ്രിന്റ് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യണം. ഹലോ പ്രിന്റ് ചെയ്ത്. കാരണം എന്താ? ഡാറ്റ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഈ ഫാൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തേൽ എടുക്കൂല. പക്ഷെ ഈ നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഫാൾസ്. അതെന്താ? അത് ട്രൂ ആണ്. അത് മനസ്സിലാവണം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളൊക്കെ നമുക്കറിയാം. ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് കേസ് വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ എൽസോ എലിഫിലോട്ടോ പോകും. ഇനി ട്രൂ ആണോ, ഇഫ് ട്രൂ ആണോ നോക്കാന് നമ്മള് ഈ നോട്ട് ഓപ്പറേറ്റർ വരുമ്പോ ഫാൾസിനെ ട്രൂ ആക്കി എടുക്കും, ട്രൂവിനെ ഫാൾസ് ആക്കി എടുക്കും. ജസ്റ്റ് ഓപ്പോസിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലായി. ഈസ് ആക്റ്റീവ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇഫ് നോട്ട് ഈസ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. കാരണം എന്താ? ട്രൂ ആണ് ഈസ് ആക്റ്റീവ്. അപ്പൊ ട്രൂവിന്റെ നോട്ട് എന്താ? ഫാൾസ് ആണ്. ഈ ഫാൾസ് വർക്ക് ആവും ഇല്ല. അപ്പൊ നേരെ എൽസിലോട്ട് വരും. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ ഇഫ് കണ്ടീഷൻ ഒക്കെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. ഈ സംഭവം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കും കോഡിൽ. ഈ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യുക. അപ്പൊ ലിസ്റ്റിൽ ഡാറ്റ ഇപ്പൊ ഇങ്ങനെ ഓട്ടം ഡൈനാമിക് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പൊ ആ ലിസ്റ്റിൽ ഡാറ്റ ഇല്ലെങ്കിൽ അത് ചെയ്യൂല. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചിന്തിച്ചാണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇഫ് എൽസ് എലിഫിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ആൻഡ് ഓർ നോട്ടിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഒന്നും കൂടി വീഡിയോ കണ്ടൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ ക്ലിയർ ചെയ്ത് എന്റെ ഡൗട്ട് എവിടെ സ്റ്റക്ക് ആയതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ട്രൂത്തി ഫാൾസി വാല്യൂസ് അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇതിലേക്ക് വരരുത്. കാരണം അവിടെ മനസ്സിലായാലും അതിനെ ബേസ് ചെയ്താണ് എല്ലാം ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്ന 2 ടോപ്പിക് ഉണ്ട്, അതിന് ഈ സാധനം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് എടുത്ത് ലിസ്റ്റ് ആക്ച്വലി ഒരു വീഡിയോ ബാക്കിലോട്ട് വെച്ചിട്ട് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ്. കാരണം ഇത് മനസ്സിലാവാതെ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളോട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് എന്താ സംഭവം, കൺഫ്യൂഷൻ ആവും. അപ്പൊ ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഫസ്റ്റിൽ എടുത്തത്, ആ വീഡിയോ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീണ്ടും ലിസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.